الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈറുള്ളതാക്കി തരട്ടെ. പ്രഭാതവും പ്രദോഷവും എല്ലാം ഖൈറിലായി അല്ലാഹു നമുക്ക് കഴിച്ചു കടത്തി തരട്ടെ. ആന വർഷത്തെക്കുറിച്ചാണ് ഇന്ന് ഉണർത്താനുള്ളത്. ആമുൽ ഫീൽ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ആ ആമുൽ ഫീൽ എന്ന വാക്കിന്റെ നേരർത്ഥമാണ് ആനവർഷം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന്റെ അലയൊലയായി സംഭവിച്ച പല സംഭവങ്ങളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിന്റെ മഹത്വവും അവിടുത്തെ വ്യക്തിത്വ വിശേഷണങ്ങളും അവിടുത്തെ ബഹുമാനവും താൻ പിറന്നു വീഴുന്ന ഖുറൈശി തറവാട്ടിന്റെ അന്തസ്സും മക്ക എന്ന് പറയുന്ന പവിത്രമായ നാടിന്റെ ആ എല്ലാവിധ പകിട്ടും നിലനിർത്തുന്നതിനും എല്ലാം വളരെ അടയാളപ്പെടുത്തൽ അല്ലാഹു തആല നടത്തിയിട്ടുള്ള സംഭവമാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി ഒരു പ്രത്യേകതയുടെ വർഷത്തിലായിരിക്കണം. അപ്പോഴാണ് ആ പിറവിയെ കൂടുതൽ പ്രോജ്വലമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും മറക്കാൻ കഴിയാത്ത, എല്ലാവർക്കും അടയാളം പറയാൻ പറ്റുന്ന ഒരു സംഭവമായി അല്ലാഹു തആല നിമിത്തമാക്കിയതാണ് ഈ ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, മക്കയിലെ ഏറ്റവും വലിയ വളരെ പ്രതാപമുള്ള ഒന്നാണ് കഅബാലയം, അല്ലാഹുവിന്റെ പവിത്രമായ ഗേഹം. ആ കഅബാലയത്തെ ചുറ്റിപ്പറ്റി ഒത്തിരി ആളുകൾ അവിടെ കഴിയുന്നതോടൊപ്പം ആ നാടിന് മറ്റെല്ലാ നാടുകളിലും വലിയ പേരും പ്രശസ്തിയും ബഹുമാനവും ഈ കഅബ മുഖേനയാണ് ഉള്ളത്. ലോകത്തുള്ള പലരും ആ കഅബാലയത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നു, അവിടെ വന്ന് കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നു. ഇത് മറ്റ് ചില രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ചെറിയൊരു അസൂയ അതിലുണ്ടായി എന്നതാണ്. കാരണം എല്ലാവരും മക്കത്തേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ആ ആളുകളെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ആകർഷിക്കണം, നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കണം എന്നുള്ളൊരു ചിന്ത ചിലർക്കൊക്കെ വന്നു. അങ്ങനെയാണ് ഹബശി രാജാവായ അബ്രഹത്തിന് ഒരു ഐഡിയ തോന്നിയത്. എന്ത് ചെയ്യാം, നമ്മൾ ആ കഅബയെ പോയിട്ടങ്ങ് പൊളിച്ചു കളയാം. നമുക്ക് ഏറ്റവും നല്ല ശക്തിയും പവറും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മുടെ ലോക രാജ്യങ്ങൾക്കിടയിൽ ചില രാജ്യങ്ങളുടെ പവർ കൊണ്ട് അവർ മറ്റ് രാജ്യങ്ങളൊക്കെ പിടിച്ചു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. എന്തു ചെയ്താലും ആ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയും. പിന്നെ പോയിട്ട് ബോംബ് വർഷം നടത്തി ആ രാജ്യത്തെ ഇല്ലാതാക്കി കളയും. ഇങ്ങനെ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങൾ നമുക്ക് ഈ വർത്തമാന കാലത്തിൽ തന്നെ ഉണ്ടെങ്കിൽ, സമാനമായി ഒരു ലോക പോലീസായി ചമയുന്ന ഒരു രാഷ്ട്രമായിരുന്നു അന്ന് ഹബശി രാജ്യം. അതിന്റെ രാജാവാണ് അബ്രഹം. അബ്രഹത്തും പടയാളികളും അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേറെ ആർക്കും കഴിയില്ല. അത്രയും സൈനിക ശക്തിയും എല്ലാ ബലവും ഉള്ള രാജ്യമാണ്. അങ്ങനെ അബ്രഹത്തും പടയാളിയും ആനക്കൂട്ടവുമായി വരികയാണ്. ആനയെ കൊണ്ടുവരുന്ന എന്തിനാ? ഇതിനെ തകർക്കാൻ. അന്ന് JCB ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ആനയെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സംഭവം, ഈ അബ്രഹത്തും പടയാളികളും വന്നു. ഇവരുടെ വരവ് മക്കക്കാരെ അറിഞ്ഞു. എല്ലാവർക്കും പേടിയായി. എന്ത് ചെയ്യും? അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരെ പരാജയപ്പെടുത്താൻ പോയിട്ട് പ്രതിരോധിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ആ സമയം അബ്ദുൽ മുത്തലിബ് എന്നവരാണ് ഖുറൈശിയുടെ കാരണവർ. അവർ ഉത്തരവിറക്കി, മക്കളെ, നമുക്ക് മുമ്പിൽ വലിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്, നമുക്ക് ഇത് മറികടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ തടിയെങ്കിലും ബാക്കിയാവണം.
അതുകൊണ്ട് നിങ്ങളൊക്കെ ഒളി കേന്ദ്രങ്ങളിൽ പോയി ഒളിച്ചിരുന്നോളൂ, അല്ലെങ്കിൽ മലമുകളിൽ കയറി അഭയം പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞു ഉത്തരവിറക്കുകയും അബ്രഹത്തും പടയാളികളും ഏകദേശം മക്കയോടടുത്ത് എത്തിയെന്ന് കണ്ടപ്പോൾ അവരെ എതിരേൽക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് എന്നവർ പോയി. എന്ന് വെച്ചാൽ അവരെ ഏറ്റുമുട്ടാനല്ല, അവരോട് അനുനയത്തിൽ സംസാരിച്ചിട്ട് അവരോട് ഒരു അങ്ങനെ താണുകേണ് പറഞ്ഞൊക്കെ കെഞ്ചി പറയാം എന്നുള്ളത്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് അവരെ പോയിട്ട് എതിരേറ്റു പറഞ്ഞത്. എന്താ അറിയോ? രാജാവിനോട് പറയാ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഈ പാവങ്ങൾ കഴിയുന്ന ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്? ഞങ്ങൾ നിങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് ആളെ അയച്ചു തരാം. നിങ്ങൾക്ക് എന്താണോ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഞങ്ങൾ ഇതൊക്കെ തന്നേക്കാം. നിങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ ഞങ്ങൾ തന്നേക്കാം. നിങ്ങൾ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വത്തോ മുതലോ അങ്ങനത്തെ ഈ രാജ്യത്തെ എന്തുവാണോ അത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് എത്തിച്ചേരാം. ഞങ്ങൾ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകണം. ആ സമയത്ത് അബ്രഹത്ത് പറഞ്ഞൊരു മറുപടിയാണ്, ഈ ഭവനത്തെ കുറിച്ച് ഒരു പേരുണ്ട് നാട്ടിലൊക്കെ. ആ ഭവനത്തിലേക്ക് കടന്നവരൊക്കെ നിർഭയരാണ്, അവർക്ക് യാതൊന്നും പേടിക്കേണ്ടതില്ല. ഏതൊരു മനുഷ്യനും നിർഭയത്വം നൽകുന്ന ഒരു ഇടമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ കഅബാലയത്തിന്റെ പരിസരത്തുള്ള ആളുകളെ പേടിപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പേടി ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞേ, ഞാൻ ഓരോന്ന് പേടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ അബ്ദുൽ മുത്തലിബ് കാണുകയാണ്, നമ്മളെ ഭാഷയെ പറഞ്ഞ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, രാജാവേ അങ്ങ് വിചാരിക്കുന്നതൊക്കെ ഞങ്ങൾ അങ്ങക്ക് തരാൻ തയ്യാറാണ്, അങ്ങ് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അബ്രഹത്ത് കൂട്ടാക്കിയില്ല. അബ്രഹത്ത് വീറോടുകൂടി തന്നെ ഞങ്ങള് മക്കയിലേക്ക് കടക്കും എന്നുള്ള നിലക്കാണ്. അബ്രഹത്തും പടയാളികളും ചരിച്ചു തുടങ്ങി. എങ്ങോട്ടൊക്കെ ലക്ഷ്യം? കേരളത്തിന്റെ അടുത്തേക്ക്. അങ്ങോട്ട് എത്തിയിട്ടില്ല, കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്. ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരെ വെച്ചിട്ട് എന്ത് ചെയ്തത് അബ്ദുൽ മുത്തലിബ് പിന്നെ ഫേസ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഈ അബ്ദുൽ മുത്തലിബ് എന്നവർ പിന്തിരിഞ്ഞു. അവരോട് പറഞ്ഞിട്ട് എനിക്ക് കാര്യമല്ല. ബഹുമാനപ്പെട്ട ഈ അബ്ദുൽ മുത്തലിബ് എന്നവരും മലമുകളിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, ഈ പവിത്രമായ ഭവനവും അതിന്റെ ആൾക്കാരെയും നശിപ്പിക്കുന്നതിന് സാക്ഷിയാവാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എന്റെ കണ്ണുകൊണ്ടത് കാണണ്ട എന്ന് പറഞ്ഞ് മലമുകളിലേക്ക് കയറുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് അത്ഭുതം സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ അബ്ദുൽ മുത്തലിബിന് മനസ്സിനകത്ത് ഒരു ആത്മധൈര്യമുണ്ട്. എന്താണത്? ഇത് സാധാരണ ഒരു ഭവനം അല്ല, ഇത് പൂർവികരായി കേട്ടുവരുന്ന ചരിത്ര പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അറിയപ്പെട്ടവരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ചിട്ടുള്ള ഭവനമാണിത്. ഈ ഭവനത്തിന് ദൈവം തമ്പുരാൻ കാവൽക്കാരനാകാതിരിക്കൂല എന്നുള്ളൊരു ആത്മധൈര്യം അബ്ദുൽ മുത്തലിബിനുണ്ട്. എന്നാലും നമുക്കുണ്ടല്ലോ ഒരു വശം അതുണ്ടെങ്കിലും വേറൊരു വശത്തൊരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഭയത്തിന്റെ പേരിലാണ് അബ്ദുൽ മുത്തലിബ് മലയിൽ കയറി എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞു. ആ സംഭവം അവിടെയാണ് ഒരു അത്ഭുത സംഭവം നടക്കുന്നത്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആനപ്പടയാളികളെ, ഏതായിരുന്നാലും മക്കായിലുള്ള ആളുകൾക്കോ സൈന്യത്തിനോ ഒന്നും ഇവരെ പ്രതിരോധിക്കാൻ കഴിയില്ല. ആ സമയത്ത് റബ്ബിന്റെ പ്രത്യേകമായൊരു കാവൽ അവിടെ സംഭവിക്കുകയാണ്. അല്ലാഹു തആല അബാബീൽ പക്ഷികളായിട്ടുള്ള ഒരു വിഭാഗത്തെ, ഒരു കൂട്ടം പക്ഷികളെ അല്ലാഹു തആല അയക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു മോഡൽ ഇപ്പോഴൊക്കെ പിന്നെ വിമാനം വന്നിട്ട് ബോംബ് വർഷിക്കുന്നതും പോലെ അതൊരു സമാനമായൊരു ചിത്രമായിരുന്നു. പക്ഷികളുടെ ഒരു പക്ഷിയുടെ പിന്നെ വശം 3 കല്ലുകളാണ്. ചെറിയ ഈ കടലമണി പോലെ അധികം വലിയ ബോളർ കല്ലൊന്നുമല്ല, ഒരു പാകത്തിനുള്ള കല്ല്. സാധാരണ നമ്മളൊരു പക്ഷിയെ എടുത്തെറിയാൻ വേണ്ടിയിട്ട് ഒരു കല്ലെടുത്ത് ഉപയോഗിക്കുന്ന ആ കല്ലിന്റെ വലുപ്പത്ര അതേപോലെ അത് ഈ പക്ഷി ഒന്ന് തന്റെ ചുണ്ടുകൊണ്ട് കൊത്തിപ്പിടിക്കുകയും മറ്റ് 2 കാലുകളിൽ ഇറുക്കി പിടിക്കുകയും ചെയ്തിട്ട് ഈ പക്ഷികൾ ഇങ്ങനെ പാറി വരും, കൂട്ടത്തോടെ പാറി വരികയാണ്.
എന്നിട്ട് ഇവരുടെ മുകളിൽ നിന്ന് ഈ പക്ഷികൾ ഈ കല്ലങ്ങോട്ട് താഴെ ഇടുക. ഇത് അതിശക്തമായ ഊക്കോടുകൂടി അത് വന്നിട്ട് ഓരോ വ്യക്തിയുടെയും തലയിൽ വന്ന് വീഴുകയാണ്. നമ്മളെ സാധാരണ ബോംബ് വർഷം മൊത്തത്തിൽ അതങ്ങോട്ട് വീഴലും ഒന്നായിട്ട് സ്ഫോടനം ഉണ്ടാകലുമാണ്. ഒരുപാട് തകർച്ചയും ഈ ആളുകൾക്ക് മാത്രമല്ല എല്ലാം തകർന്നു പോകും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കല്ല് ഒരു വ്യക്തിയുടെ തലയിൽ നേരെ വന്ന് വീഴാണ്. ഈ തലയിൽ വന്ന് വീഴുമ്പോഴേക്കും നമ്മുടെ ഈ ആസിഡൊക്കെ ഉപയോഗിച്ചുണ്ടാകുന്നത് പോലെ ഇത് ഒന്നായിട്ട് ശരീരം ഉരുകിയിട്ട് ഇതിന്റെ മുൻദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടും. ആ കോലത്തിൽ ആ ചാടുമ്പോഴേക്കും ഇവന്റെ ശരീരത്തിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാകുക. പിന്നെ ഈ മനുഷ്യന്റെ ശരീരം എന്താകുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി ചുരുങ്ങി ചെറിയ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആവും ഈ മനുഷ്യന്മാർ. പിന്നെ അങ്ങനെ ഇല്ലാണ്ടാകുക. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു നാശം അബ്രഹത്തിനും പടയാളികൾക്കും അവിടെ സംഭവിച്ചു. ഈ അബാബിൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ കടൽ പക്ഷികളോടാണ് പക്ഷിക്ക് രൂപസാദൃശ്യം എന്നാണ്. കടൽ പക്ഷികളുണ്ടല്ലോ, അതിനോട് സാമ്യമായിട്ടുള്ള പക്ഷികളാണ്. ആ പക്ഷികളെ വിട്ട് അബ്രഹത്തും പടയാളികളും നശിച്ചു. അത് വലിയൊരു സംഭവമായി മാറി. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. സൂറത്തുൽ ഫീൽ. അൽ ഫീൽ ആന. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കൂട്ടക്കാരെ അല്ലാഹു എന്താണ് ചെയ്തതെന്ന് തങ്ങൾ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രങ്ങളെ പിഴവിലാക്കി കളഞ്ഞില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അവർക്കുമേൽ അബാബീൽ പക്ഷികളെ അല്ലാഹു തആല അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുടുകല്ലെറിയുന്ന പക്ഷികൾ. ഈ കല്ല് നമ്മൾ ഈ മണ്ണൊക്കെ കുഴച്ചിട്ട് പിന്നെ ചൂളയിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ചുടുകല്ല്. അത് ഭയങ്കര പോയിസനാണ്, എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനം. മൃഗങ്ങൾ തിന്ന് ചവച്ചു തുപ്പിയ ചണ്ടികളെ പോലെയായില്ലേ അവര്, ഈ മനുഷ്യന്മാരെ. ഇത് ഏറ്റിട്ട് മൃഗങ്ങളൊക്കെ വൈക്കോലൊക്കെ തിന്നിട്ട് ചവച്ചു തുപ്പൂല, ആ തുപ്പിയ ചണ്ടി പോലെ ഉണ്ട്. അതുപോലെ ആക്കി കളഞ്ഞു മനുഷ്യരെ. അത് തങ്ങൾ കണ്ടില്ല ആ ചരിത്രം. ഈ ആനക്കലഹ സംഭവം ലോകത്ത് വലിയൊരു അത്ഭുത സംഭവം ഉണ്ടായപ്പോ ഈ സംഭവം വെറുതെ ഉണ്ടായതല്ല. മക്കയുടെ യശസ് ഉയർത്താൻ, മക്കക്കാരുടെ അന്തസ്സിനെ ഉയർത്താൻ, അതോടൊപ്പം മക്കയിൽ ജനിക്കാനിരിക്കുന്ന ഒരു അത്ഭുത ബാലനുണ്ട്, മുത്തുനബിയുണ്ട്. ആ നബിയുടെ ആഗമനത്തിന്റെ പ്രോജ്വലത അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ആ സംഭവത്തെ നിമിത്തമാക്കിയത്. ആനക്കലഹ സംഭവം കഴിഞ്ഞു. കൃത്യം 50ാമത്തെ ദിവസമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂചാതരാകുന്നത്. ഈ അബ്രഹത്തും പടയാളികളും നശിച്ചതോടുകൂടി അബ്ദുൽ മുത്തലിബിനും ഖുറൈശികൾക്കും മക്കക്കാർക്കും എല്ലാം വലിയ പ്രാധാന്യവും ബഹുമാനവും നാടുകളിലൊക്കെ. അതുവരെ അങ്ങനെ ഒരു അത്ഭുതം ആരും കണ്ടിട്ടില്ല. ഇവരെ എന്തോ പിന്നെ ശക്തി അവരെ പിന്നിലുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ഒരു നാടും അവരുടെ ഭവനവും അത് അത്യുത്തമമായിട്ടുള്ളതും അത്യാദരണീയമായിട്ടുള്ളതുമാണ്. അതിനോട് നമ്മൾ കളിക്കണ്ട എന്നുള്ളത്. അവിടെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ബേസ് നന്നാക്കിയിട്ട് പിന്നെയാണ് എന്താക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ജനിക്കുന്നത്. വെറുതെ നബീനെ അങ്ങോട്ട് ജനിപ്പിച്ചു വിട്ടതല്ല. അതിന്റെ പിന്നിൽ എല്ലാ ഒരുക്കങ്ങളും അല്ലാഹു നടത്തിയിട്ടുണ്ട്. ആ ഒരു അത്ഭുതം. ഇനിയിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നബിയുടെ പിറവി എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയും. ആനക്കലഹ സംഭവത്തിൽ, ആനവർഷത്തിൽ 50ാം നാളിൽ എന്ന് പറയാൻ എളുപ്പമുണ്ട്. ആർക്കും ഒരു ചരിത്രകാരന്മാർക്കും തെറ്റിപ്പോയില്ല. അപ്പൊ ഈ ലോകത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതമായി, ഒരു അടയാളമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ആവണം. അതിനു വേണ്ടിയിട്ടുള്ള സൃഷ്ടിപ്പാണ് ഇതെല്ലാം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആനക്കലഹ വർഷം, അത് ആനക്കട സംഭവം ഉണ്ടായതിന്റെ 50ാമത്തെ ദിവസമാണ് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ജനനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ പിറവിക്കും പ്രാധാന്യമുണ്ട്. അത്ഭുതങ്ങൾ സംഭവിച്ച നാട്ടിൽ ഒരു കുഞ്ഞ് പിറക്കുക, ആ കുഞ്ഞിൽ അത്ഭുതം ഉണ്ടാകുമ്പോൾ ആ അത്ഭുതത്തെയും അംഗീകരിക്കാൻ നാട്ടുകാർക്ക് അതിലേക്ക് എന്താണ്, അതിലേക്ക് പ്രചോദനമാവുകയാണ്. അങ്ങനെ നബി തങ്ങളുടെ അംഗീകാരം ലോകത്ത് ഉണ്ടാക്കി വരാൻ ആവശ്യമായിട്ടുള്ളതൊക്കെ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമാണ്
യാനക്കലഹ സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മുടെ വിശ്വാസം അല്ലാഹു നന്നാക്കി തരട്ടെ. ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.